വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഹദീസുകളിലും വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഇസ്ലാമികപരമായി ഓരോ കാര്യങ്ങൾക്കും ജിനായാത്ത് എന്ന് പറയും. ജുഡീഷ്യറി നിയമപ്രകാരം പല മതവിധികൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ എൻഡിൽ, ഫൈനൽ സ്റ്റേജിൽ വിട്ടുവീഴ്ച എന്നത്, മാപ്പ് കൊടുക്കുക എന്നത്, ഒരക്രമിക്ക് മാപ്പ് കൊടുക്കുക എന്നത്, ചീത്ത വിളിച്ചവന് മാപ്പ് കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര വലിയ തെറ്റാണെങ്കിലും, എത്ര വലിയ ധിക്കാരപരമായ പ്രവർത്തനമാണെങ്കിലും ആ മനുഷ്യൻ തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പടച്ച റബ്ബ് ഒരിക്കലും ആ മനുഷ്യനെ ആട്ടിയോടിക്കില്ല. ആ മനുഷ്യനെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്കുന്ന സ്വഭാവം അള്ളാഹുവിൻ്റെ വിശേഷണമായി ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ ഹുവത്തവ്വാബുർ റഹീം. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. ഏതു വലിയ തെറ്റാണെങ്കിലും ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയാൻ പാടില്ല എന്ന് ഖണ്ഡിതമായി ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്തനിബു, നിങ്ങൾ കൈയൊഴിയണം, നിങ്ങൾ വിദൂരത്താകണം, അടുക്കാൻ പോലും പാടില്ല. ഈ പറയാൻ പോകുന്ന 7 കുറ്റങ്ങൾ, അസ്സബഅൽ മൂബിഖാത്തി, 7 വൻകുറ്റങ്ങൾ, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന, മനുഷ്യൻ എന്ന ഏറ്റവും വലിയ ആ സംസ്കാരത്തെ പിച്ചിച്ചീന്തി കളയുന്ന 7 വൻകുറ്റങ്ങൾ. ആ 7 വൻകുറ്റങ്ങളിലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൻ്റെ വിശദീകരണമായി വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആ 7 വൻകുറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 വൻകുറ്റങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ഒരു കുറ്റമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് വഖത്ലുൻ നഫ്സ്, ഒരാളെ കൊല്ലുക എന്നതാണ്. അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരിക്കലും നീതിപൂർവമല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നത് വൻകുറ്റമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഇന്ന് പറയുന്നത് വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കൽ എന്ന സബ്ജക്റ്റാണ്. അതിന് ഏറ്റവും വലിയ പുണ്യമുണ്ട്. അപ്പോൾ വൻകുറ്റങ്ങളിൽപ്പെട്ട കാര്യമാണ് ഒരാളെ കൊല്ലുക എന്നത്, നീതിപൂർവമല്ലാത്ത കൊലപാതകം. അപ്പം നീതിപൂർവമായ കൊലപാതകം ഉണ്ടോ? ഉണ്ട്. ഇസ്ലാമിക കോടതിയിൽ കൊന്നവനെ കൊല്ലുക എന്നത് നീതിപൂർവമായ കൊലപാതകമാണ്. അതല്ലാത്ത രീതിയിൽ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള കൊലപാതകം, ഹക്കല്ലാത്ത രീതിയിലുള്ള കൊലപാതകം, അത് ഏറ്റവും വലിയ കുറ്റമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ, ഇസ്ലാമിക കോടതിയുള്ള രാജ്യമാണെങ്കിൽ, ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ, ഇന്ത്യ രാജ്യം പോലത്തെ ജനാധിപത്യ രാജ്യത്തെ കുറിച്ചല്ല പറയുന്നത്, ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാളെ തിരിച്ച് കൊല്ലൽ അത് ഇസ്ലാമിൻ്റെ കോടതിയിൽ നടപ്പിലാക്കേണ്ട ഒരു ശിക്ഷയാണ്. ഖുർആൻ എണ്ണിപ്പറയുകയാണ്, വകതബ്നാ അലൈഹിം, നമ്മൾ മനുഷ്യരെ മേലിൽ നിശ്ചയിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിന്നഫ്സി, ഖിസാസിൽ പ്രതികാരം എടുക്കുന്നതിൽ അഥവാ ശിക്ഷ നടപ്പിലാക്കുന്ന, ഇസ്ലാമിക കോടതി നടപ്പിലാക്കുന്ന വിഷയത്തിൽ
നമ്മൾ പാസാക്കിയിരിക്കുന്നു നബിയെ അന്നൻ നഫ്സ ബിൻ നഫ്സി, ഒരാള് മറ്റൊരാളെ കൊന്നാൽ അയാളെ തിരിച്ചു കൊല്ലുക എന്നത് ഇസ്ലാമിക കോടതിയിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ വൽ ഐന ബിൽ ഐനി, കണ്ണിന് അക്രമം ചെയ്താൽ, ഒരാളെ കണ്ണ് മറ്റൊരാളെ നശിപ്പിച്ചാൽ അയാളെ കണ്ണും തിരിച്ച് നശിപ്പിക്കണം. വൽ അംഫ ബിൽ അംഫി, മൂക്ക് നശിപ്പിച്ചാൽ ഖുർആൻ പറയാൻ ഓരോ അവയവവും എടുത്തു പറയാം. വൽ അംഫ ബിൽ അംഫി, മൂക്ക് നശിപ്പിച്ചാൽ തിരിച്ചു മൂക്ക് നശിപ്പിക്കണം. വൽ ഉദുന ബിൽ ഉദുനി, ചെവിക്കാണ് കേടുപാട് സംഭവിപ്പിച്ചതെങ്കിൽ അവന്റെ ചെവി നശിപ്പിക്കണം. കോടതി ഇടപെട്ടുകൊണ്ട്, ഇസ്ലാമിക ഭരണകർത്താവ് ഇടപെട്ടുകൊണ്ട് നശിപ്പിക്കണം, അതിന് പ്രതികാരമെടുക്കണം എന്ന് ഖുർആൻ പറയുകയാണ്. വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് കേടുപാട് ഉണ്ടാക്കിയാൽ അതിന് പ്രതികാരമെടുക്കണം. അങ്ങനെ ഓരോ അവയവങ്ങളും പറഞ്ഞിട്ട് ഖുർആൻ പറയാൻ. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഒരാളെ കൊന്നാൽ മറ്റൊരാളെ ഇസ്ലാമിക കോടതിയിൽ നിയമം കൊണ്ടുവന്ന് കൊല്ലണം എന്ന് പറയാനുള്ള കാരണം ആ ഒരു ഓപ്ഷൻ മാത്രമാണ്. അല്ലെങ്കിൽ അയാളെ തിരിച്ചു കൊല്ലണം എന്ന തിയറിയിലേക്ക് മാത്രമേ പോകാവൂ എന്നതുകൊണ്ടല്ല വിശുദ്ധ ഖുർആൻ ഈ ഖിസ്വാസ് പറഞ്ഞത്. പിന്നെ പറയാനുള്ള കാരണം എന്താണ്? മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഖുർആനിൽ തന്നെ നിരവധി ആയത്തുകളിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകളിലും അതുപോലെ അവിടുത്തെ ജീവിതങ്ങളിലും കാണാൻ കഴിയും. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? കൊന്നാൽ കൊന്നവനെ കൊല്ലണം എന്ന് പറയാൻ കാരണം കൊലപാതകത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാനാണ്. കാരണം അയാളെ ഞാൻ കൊന്നാൽ എന്നെ കൊല്ലുമല്ലോ എന്ന പേടി കൊണ്ട് കൊലപാതകത്തിലേക്ക് പോകാൻ പാടില്ല. ഒരാളെ കണ്ണ് നശിപ്പിച്ചാൽ എൻ്റെ കണ്ണും കോടതി ഇടപെട്ടുകൊണ്ട് നശിപ്പിക്കുമല്ലോ, എൻ്റെ ചെവി നശിപ്പിക്കുമല്ലോ, എൻ്റെ പല്ല് നശിപ്പിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തരം തെറ്റുകളിലേക്ക് പോകരുത് എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ശിക്ഷാ നടപടി വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. 3 ത്വലാഖ് ചൊല്ലിയാൽ, ഒരു ത്വലാഖ്, ഭാര്യയെ ഒരു ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് റാജഅതുകി എന്ന് പറഞ്ഞ് അവളെ തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. നിന്നെ ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം, പിന്നെ നിക്കാഹിന്റെ ആവശ്യമില്ല. ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പാണെങ്കിൽ രണ്ടാമത്തെ ത്വലാഖ് ചൊല്ലി അപ്പോഴും അവന് ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ 3-ാം ത്വലാഖ് ചൊല്ലിയാലോ തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ എന്തു വേണം? തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാള് നിക്കാഹ് ചെയ്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷം അവൻ ത്വലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടേ ഈ പെണ്ണിനെ അവന് തിരിച്ചെടുക്കാൻ, നിക്കാഹ് ചെയ്ത് തിരിച്ചെടുക്കാൻ വകുപ്പുള്ളൂ. ഇങ്ങനെ ഒരു സംവിധാനം വെച്ചത് എന്തിനാ? നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ 1-ൽ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ 2-ൽ അവസാനിപ്പിച്ചോ, 3-ലേക്ക് പോകരുത്. 3-ലേക്ക് പോയാൽ ഡേഞ്ചർ സിറ്റുവേഷനാ. കാരണം പിന്നീട് നിന്റെ ഭാര്യയെ മറ്റൊരാൾ കല്യാണം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അയാള് മൊഴി ചൊല്ലിയിട്ട് പിന്നീട് ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷമേ നിനക്ക് നിക്കാഹ് ചെയ്ത് ആ പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്ന ഗൗരവതരമായ ആ പണിഷ്മെന്റ് പറയാനുള്ള കാരണം ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ തന്നെ മുത്തലാഖിലേക്ക്, 3 ത്വലാഖിലേക്ക് നീങ്ങാൻ പാടില്ല. അത് ചെയ്യാണ്ടിരിക്കാനാണ് ആ പണിഷ്മെന്റ് വെച്ചത്. എന്നതുപോലെ കൊന്നവനെ കൊല്ലണം എന്ന പണിഷ്മെന്റ് വെക്കാനുള്ള കാരണം പരമാവധി മാക്സിമം ആളുകൾ കൊലപാതകത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ, സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം ഇങ്ങനെ ഒരു പണിഷ്മെന്റ് വെച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ഇനി ഒരാൾ അങ്ങനെ കൊന്നാലോ എന്ത് ചെയ്യണം? കൊന്നാൽ എന്ത് ചെയ്യണം? ഇസ്ലാമിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന നിലക്ക് ആദ്യഘട്ടമായി അയാളെ തൂക്കിക്കൊല്ലുക എന്ന ചിന്തയിലേക്കല്ല പോകേണ്ടത്. ഇസ്ലാം പറയാം മാക്സിമം കൊലപാതകം നടത്താതിരിക്കുക, നടത്തിക്കഴിഞ്ഞാൽ നിന്റെ വിധി ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊലപാതകത്തിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് കൊലപാതകം എന്ന ആ ക്രിമിനലിൽ നിന്ന് അവരുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുക. ഇനി ഒരാളെ ജീവിതത്തിൽ കൊലപാതകം സംഭവിച്ചു പോയാലോ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു മാക്സിമം ആ കൊലപാതകം നടത്തിയ ആരെയാണോ കൊന്നുകളഞ്ഞതെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ ആദ്യം സ്വീകരിക്കേണ്ട ഓപ്ഷൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവർക്ക് അവരുടെ ഇഷ്ടമാണ്, ഇഖ്തിയാറാണ്, അവർക്ക് ഏത് ഓപ്ഷനും സ്വീകരിക്കാം.
പക്ഷേ എല്ലാ ഓപ്ഷനുകളിലും 3 ഓപ്ഷൻ ഇസ്ലാം പറഞ്ഞു. ഒന്ന് നിരുപാധികം വിട്ടുവീഴ്ച ചെയ്യുക, മറ്റൊന്ന് ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി. ഖുർആൻ പറഞ്ഞു, അതിന് ഖുർആൻ പറഞ്ഞ പദപ്രയോഗമാണ് ദിയത്ത് അഥവാ ബ്ലഡ് മണി. നമ്മൾ സാധാരണ പറയും ബ്ലഡ് മണി എന്ന് പറയും, ദിയത്ത്. ആ ദിയത്ത് സ്വീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഇനി അതിനും സാധിക്കില്ലെങ്കിലാണ് കൊന്നവനെ കൊല്ലുക എന്ന ഓപ്ഷനിലേക്ക് പോകേണ്ടത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അപ്പൊ കൊലപാതകത്തിലേക്ക് നീങ്ങാൻ പാടില്ല. ഇനി ഒരാളുടെ ജീവിതത്തിൽ കൊലപാതകം സംഭവിച്ചാലോ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ആദ്യം സ്വീകരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുമെങ്കിൽ, പ്രയാസമായിരിക്കാം എന്നാൽ പോലും മനസ്സ് അനുവദിക്കുമെങ്കിൽ കൊന്നവന് വിട്ടുവീഴ്ച നൽകുന്നതിനേക്കാൾ പുണ്യമായ ഒരു ഓപ്ഷനും അവന്റെ മുമ്പിൽ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിട്ടുവീഴ്ച അത് ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. അത് കൊലപാതകത്തിൽ മാത്രമല്ല, ഒരാൾ മറ്റൊരാൾ ആക്രമിച്ചാൽ അവനെതിരെ ആക്ഷൻ എടുക്കാതെ വിട്ടുവീഴ്ച ചെയ്യുക, ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുക, ഉപദ്രവിച്ചാൽ തിരിച്ച് ഉപദ്രവിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുക. ഒരു പക്ഷേ ഈ ഉപദ്രവിച്ചവനേക്കാൾ ഉപദ്രവിക്കപ്പെട്ടവന് സോഴ്സ് ഉണ്ടാകാം, സ്വാധീനമുണ്ടാകാം, സാമ്പത്തിക ബലമുണ്ടാകാം. എന്നാൽ പോലും ഇസ്ലാമിന്റെ സംസ്കാരം വിട്ടുവീഴ്ചയാണ്, അഫ്വ് ചെയ്യലാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞു, നബിയെ വൽ ആഫീന അനിന്നാസ്, സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് ഖുർആൻ പറയാൻ, നബിയെ അവിടുന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. സ്വർഗം എന്നത് വെറുതെ കിട്ടുന്നതല്ല, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുള്ളവർക്കാണ് സ്വർഗം. വൽ ആഫീന അനിന്നാസ്, ഓ നബിയെ അവിടുന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യരെ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് അവർക്കൊരു ടൈറ്റിൽ കൂടി ഖുർആൻ കൊടുക്കുകയാണ്. വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യരെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ അറിയപ്പെടുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവര് മുഹ്സിനീങ്ങൾ എന്ന ടൈറ്റിലാണ്, നന്മ ചെയ്യുന്നവർ എന്ന ടൈറ്റിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെടുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ജീവന് എത്രയോ വിലയുണ്ട്. നമ്മുടെ എഴുത്തുകൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ ഒരു ജീവൻ ഒരിക്കലും നഷ്ടമാകരുത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവൻ ഒരിക്കലും നഷ്ടമാകരുത്. ആരോ ഇടപെടട്ടെ. നമ്മുടെ യമൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, യമൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. യമൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ നിറകുടമാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് യമൻ ഇസ്ലാമിക രാജ്യമാണ്. നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ഏത് അക്രമിയായ ഒരാളാണെങ്കിൽ പോലും, നമ്മുടെ യമനിലെ നിമിഷപ്രിയ നമുക്കറിയാം, ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി നമ്മൾ അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലാർക്കും തർക്കമില്ല. കഠിനമായ തെറ്റാ ചെയ്തിട്ടുള്ളത്, അതിലാർക്കും തർക്കമില്ല. സാഹചര്യം കൊണ്ടോ എന്തോ നമുക്കറിയില്ല. പക്ഷേ എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും മാപ്പ് കൊടുക്കുക എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അധ്യായമാണ്. അപ്പൊ അതിനാര് പ്രവർത്തിച്ചാലും, അതാരൊക്കെയോ പ്രവർത്തിക്കട്ടെ, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഒരിക്കലും നമ്മുടെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നന്മയിൽ എപ്പോഴും നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുമ്പിൽ നിന്ന് പ്രവർത്തിക്കണം. നിങ്ങൾക്കറിയുമോ, ഈ തലാൽ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ വഴികൾ ചിന്തിക്കാൻ തൗഫീക്ക് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ 2017 ശേഷം ആ മകനെ കൊന്നിട്ട് മാപ്പ് കൊടുത്തവനാണ് അബ്ദുൽ ഫത്താഹ്. മാപ്പ് കൊടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമായ കാര്യമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മാപ്പ് കൊടുത്ത മനുഷ്യനാണ്. ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഉമർ ഹഫീൽ എന്ന യമനിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ദാറുൽ മുസ്തഫ എന്ന സ്ഥാപനം ലോകം അറിയപ്പെട്ട സ്ഥാപനമാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയെ കൊന്നിട്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയെ കൊന്ന കൊലപാതകികൾക്ക് നിരുപാധികം മാപ്പ് കൊടുത്ത പണ്ഡിതനാണ് ഉമർ ഹഫീൽ.
അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആയുസ്സും എത്തി കൊടുക്കട്ടെ. അപ്പൊ ഇതിൽ ആരിടപെടുന്നു എന്നല്ല നമ്മുടെ വിഷയം. നമ്മുടെ മലയാളിയായ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു പോരുക. അത് എവിടെയാണെങ്കിലും, ഏത് ജയിലിലാണെങ്കിലും, ആരാണെങ്കിലും, കുറ്റം ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും, ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലില്ല. ആ ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്ന ഒരു വഴി മുമ്പിലുണ്ടാകുമ്പോൾ ഒരു ജീവന് വേണ്ടി കാവൽ നിൽക്കുക എന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. അള്ളാഹു നമുക്ക് ഖൈറിൽ സഹകരിക്കാൻ തൗഫീഖ് നൽകി